ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പിലാക്കിയ കേരള സർക്കാരിന് പെരുമ്പാവൂർ ജനതയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മഴയൊന്നും യാതൊരു പ്രശ്നവുമല്ല. ഈ മഴയെ വകവയ്ക്കാതെയാണ് പെരുമ്പാവൂരിലെ ആബാലവൃത്ത ജനങ്ങൾ, വിദ്യാർത്ഥികളടക്കമുള്ളവർ, ചെറുപ്പക്കാർ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, ആബാലവൃത്തം ജനങ്ങൾ ഈ ഓപ്പറേഷൻ തൂഫാനെതിരായിട്ടുള്ള ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഈ ജാഥയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം അണിചേർന്നിരിക്കുകയാണ്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തുഫാന്റെ തുഫാൻ ജാഗ്രൻ ഇന്ററാക്ഷൻ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കും. മഴയായിട്ടും ആയിരക്കണക്കിന് ആളുകൾ, വിദ്യാർത്ഥികളടക്കം ഈ തുഫാൻ ജാഗ്രൻ പങ്കെടുത്തതിൽ പ്രത്യേകം എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി ശ്രീ സുദർശൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ASP അടക്കമുള്ളവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി MLAയോടൊപ്പം മറ്റ് ജനപ്രതിനിധികളോടൊപ്പം ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയുണ്ടായി. കോരിച്ചൊരിയുന്ന മഴയത്തെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഈ റാലിയിലും പരിപാടിയിലും പങ്കെടുക്കുകയുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ഓപ്പറേഷൻ തുഫാൻ എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. സിനിമയിൽ കുത്തി ഒഴുകുന്ന പുഴയും ഒഴുകി വരുന്ന മരങ്ങളും സാഹസികമായ മരങ്ങളെ കരക്കടിപ്പിക്കുന്ന മോഹൻലാലും കാണുമ്പോൾ ഞാൻ പെരുമ്പാവൂരിനെ ഓർക്കുകയാണ്. ഈ പദ്ധതിയുടെ ഓപ്പറേഷൻ തുഫാന്റെ ആദ്യത്തെ തുഫാൻ വാരിയർ പ്രശസ്ത സിനിമാകാരൻ ശ്രീ മോഹൻലാലാണ്. കരുത്തൊരു സാഹസികമായ മനുഷ്യരുടെ ചരിത്രമാണ് പെരുമ്പാവൂരിനുള്ളത്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള നിരവധിയായ മഹൽ വ്യക്തികളെ കൊണ്ട് സമ്പന്നമാണ് ഈ പെരുമ്പാവൂർ. സഖ്യപർവ്വതത്തിൽ നിന്ന് കൂറ്റൻ മരങ്ങൾ മുറിച്ച് പെരിയാറിലൂടെ ഒഴുക്കി വിടും. ആ മരങ്ങൾ പെരുമ്പാവൂരിലെത്തുമ്പോൾ കെട്ടി വലിച്ച് കരക്കടിപ്പിക്കും. എന്നിട്ട് കൈവാളുകൾ കൊണ്ട് അറുത്ത് തടിയാക്കും. ആ തടികൾക്ക് ഇന്ത്യയിലും ലോകത്തും വൻ വിപണി ഒരു കാലത്തുണ്ടായിരുന്നു. ലോകത്തെ അതിപ്രശസ്തമായ പല പൗരാണിക മന്ദിരങ്ങളും പെരുമ്പാവൂരിലെ തടിയുടെ ബലമുണ്ട്. അതാണ് പെരുമ്പാവൂരിൻ്റെ പെരുമ, അതാണ് പെരുമ്പാവൂരിൻ്റെ മഹിമ. മനുഷ്യന്റെ അധ്വാനത്തിൻ്റെ മഹനീയമായ ഉദാഹരണമാണ് പെരുമ്പാവൂർ. ഇവിടെ ഞാൻ ഓരോ നരനെയും സ്മരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ വന നിയമങ്ങൾ കർശനമായതോടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1970-കളിൽ നടപ്പായപ്പോൾ കാട്ടിലെ മരങ്ങൾ കിട്ടാതായി. രാജ്യത്ത് മറ്റ് പല സ്ഥലങ്ങളിലും തടി വ്യവസായം പ്രതിസന്ധിയെ നേരിട്ടു. പെരുമ്പാവൂരിനെ അപ്പോൾ രക്ഷിച്ചത് റബ്ബർ മരങ്ങളാണ്. ആ റബ്ബർ മരങ്ങൾ അതുവരെ പാഴ്ത്തടിയായിട്ട് കണ്ടിരുന്നെങ്കിൽ അത് പ്ലൈവുഡ് നിർമ്മാണത്തിന് അനുയോജ്യമാണ് എന്ന് പെരുമ്പാവൂരിലെ വ്യവസായികൾ കണ്ടെത്തിക്കൊണ്ട് പ്ലൈവുഡ് നിർമ്മാണത്തിന് റബ്ബർ തടി ഉപയോഗിക്കുകയുണ്ടായി. ഏതാണ്ട് 750-ലധികം പ്ലൈവുഡ് കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ് ഉള്ളത് പെരുമ്പാവൂരിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്നത് കേരളത്തിലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിൽ, ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ 350 രൂപയാണ് അവിടുത്തെ ദിവസക്കൂലി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര മുന്നിലാണ്. അതിഥി തൊഴിലാളികൾക്ക് അതും പ്രചോദനമായി. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ഗൾഫിൽ പോകുന്ന എന്തിനാണ്? കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ.
വാസ്തവത്തിൽ അതിഥി തൊഴിലാളികളുടെ ഗൾഫാണ് കേരളവും പ്രത്യേകിച്ച് പെരുമ്പാവൂർ. ധാരാളം തൊഴിലാളികൾ ഇവിടെ തൊഴിൽ നേടി വരികയുണ്ടായി. പെരുമ്പാവൂരിലെ തടി പ്ലൈവുഡ് വ്യവസായങ്ങൾ കുതിച്ചു കയറി. വ്യവസായമായി സാമ്പത്തികമായി മുന്നേറുന്ന പെരുമ്പാവൂരിനെ, ആ മുന്നേറ്റത്തെ നേതൃത്വം കൊടുത്ത മുഴുവൻ വ്യവസായികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പെരുമ്പാവൂരിന്റെ സുരക്ഷതയും വളർച്ചയിലെ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൂടുതൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് തുഫാൻ ജാഗരൻ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 1 മാസം ഇന്നലെ പൂർത്തിയായി. ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസും ജനങ്ങളും ചേർന്ന ജോയിന്റ് ഓപ്പറേഷന് മാത്രമേ ഇത് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിഥി തൊഴിലാളികളെ മറയാക്കിയും അവരെ ഉപയോഗിച്ചും ലഹരി മാഫിയ കേരളത്തിൽ തന്നെ വൻതോതിലുള്ള ലുക്രേറ്റീവ് ബിസിനസ്സായി ഇത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വന്ന ലഹരി മാഫിയയ്ക്ക് സ്വയം കഴിയുമെന്ന് കേരളത്തിൽ വന്ന ലഹരി മാഫിയയ്ക്ക് സ്വയം പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളികളായിട്ടുള്ള നമ്മുടെ തദ്ദേശവാസികളായിട്ടുള്ള കേരളത്തിന്റെ പല ഭാഗത്തും ഇത് ഏറ്റവും ആകർഷകമായ വ്യവസായമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അത്തരം ക്രിമിനലുകൾ, ലഹരി ശൃംഖലയിലെ പല മാന്യന്മാരും ഈ കണ്ണിയോടൊപ്പം ചേർന്നു എന്നുള്ളതും ദുഃഖകരമായ ഒരു കാര്യം.